ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കഷ്ണങ്ങളില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് കേട്ടോ. സാധാരണ പുളിശ്ശേരിയുടെ കളറല്ല, കുറച്ച് വ്യത്യസ്തമായ കളറാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോറിൻ്റെ കൂടെ ചേർത്ത് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കഷ്ണങ്ങളില്ലാതെ പുളിശ്ശേരി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലേക്ക് മാറ്റാണ്. ഇതിലേക്ക് ഇനി ഒരു 3-4 ഇതിൽ കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ഇതുപോലെ മുറിച്ച് ചേർക്കുക. പിന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് അരപ്പാണ്. അപ്പോൾ ഇത്രയും റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് നല്ല ജീരകം, അധികം വേണ്ട, 2 പിഞ്ച് മതി. ഒരുപാട് കഷ്ണങ്ങളൊക്കെയുള്ള പുളിശ്ശേരി ആണെങ്കിലാണ് നമ്മൾ ജീരകം കൂടുതൽ അരയ്ക്കുക. കഷ്ണങ്ങളില്ലാത്ത പുളിശ്ശേരി ആകുമ്പോൾ ഒരുപാട് ജീരകം വേണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2-3 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇനി ഞാൻ ചെയ്യുന്നത് വീണ്ടും ഈ ചട്ടി നീക്കി വെച്ചിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തൈര് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്. തൈരിൽ കട്ട പാടില്ല, അതുകൊണ്ടാണ് നമ്മളൊന്ന് തൈര് പൾസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരുപാട് ഉടച്ചെടുക്കരുത്, പൾസ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ തൈരും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ തൈരും നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞിട്ടില്ല, പക്ഷെ വല്ലാതെ ഉടഞ്ഞു പോകണ്ട കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല തൈര് ഇപ്പോൾ പൾസ് ചെയ്യുമ്പോൾ. ഇനി ഈ തൈരും നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, തൈര് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉടഞ്ഞ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അരപ്പൊന്ന് ലൂസായി കിട്ടണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ചുറ്റിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റാണ്. ഞാനിനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാനിനി ഫ്ലെയിം ഓൺ ചെയ്യാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ചേർക്കാനില്ല. നമുക്ക് പിന്നീടാണ് ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ തൈര് തിളച്ചു പോകരുത്, നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരികയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ചട്ടിയൊക്കെ ചൂടായി ഒന്ന് ആവി വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേ തൈര് പിരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ആവി വരട്ടെ, ആ സമയമാകുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ കറി ചൂടായി നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഒരുപാട് വല്ലാതെ ആവി വരണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക, അടുത്ത പാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇനി അടുത്ത പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കട്ടെ, വറവിടാനായിട്ടാണ്. അപ്പോൾ ഇതിൽ സവോള ചേർക്കരുത് കേട്ടോ, ഉള്ളി തന്നെ ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇനി പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എല്ലാ മോര് കറിയിലും പുളിശ്ശേരിയിലും ചേർക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉലുവ 1/4 ടീസ്പൂൺ. ഉലുവയും കൂടി പൊട്ടി കഴിയുമ്പോൾ പിന്നെ ചേർക്കുന്നത് ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത്. ഉള്ളി റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ, അപ്പോഴാണ് ഈ ഒരു പുളിശ്ശേരിയുടെ വറവ് കറക്റ്റ് ആവുക. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം. നമ്മളപ്പോൾ ഉലുവപ്പൊടിയൊന്നും നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടില്ല. ഉലുവപ്പൊടി ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കി പൊടിച്ച ഉലുവപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 3 വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഉള്ളിയുടെ കൂടെ ചേർക്കാം. അതുപോലെ 4-5 ഇതിൽ കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ
ഉള്ളിയൊക്കെ മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേ നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഒരു 2 പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചൂടെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൽ താഴെ, 1/4 ടീസ്പൂണിൽ കൂടുതലും 1/2 ടീസ്പൂണിൽ താഴെയുമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി കാശ്മീരി ചില്ലി പൗഡർ എണ്ണയുടെ ചൂടിൽ ഒന്ന് കുക്കായി വരണം. ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇനി നല്ല ഭംഗിയുള്ള ഒരു കളറിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വേഗം തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായി കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഒരു 2 പിഞ്ച് പഞ്ചസാര ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉപയോഗിക്കാൻ. ഒന്ന് ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.